ഏതാണ്ട് 1958 മുതൽ 1972 വരെ ഈ സ്കൂളിൽ ഒരു അധ്യാപികയായിട്ടും 72 മുതലുള്ള 82 വർഷക്കാലം 10 വർഷക്കാലം ഇവിടുത്തെ പ്രഥമ അധ്യാപികയായിട്ടും സേവനം ചെയ്തു. ടീച്ചറിന് ഈ നാട് ഒരിക്കലും മറക്കില്ല. ഈ നാട്ടുകാരുടെ മുഴുവൻ സ്നേഹം ഏറ്റുവാങ്ങിയ ഒരു അധ്യാപികയായിരുന്നു സാറാമ്മ ടീച്ചർ. ഞാൻ ഇന്നലെ ഒരാളോട് സംസാരിച്ചു. ഞാൻ ചോദിച്ചു, സാറാമ്മ ടീച്ചർ പഠിപ്പിച്ചാണോ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ മറുപടി, ടീച്ചറെ ഞങ്ങളൊന്നും പഠിപ്പിച്ചില്ല, പക്ഷെ ഞങ്ങളുടെ മക്കളെ എല്ലാം ടീച്ചർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ സ്കൂളിൽ ചേർത്തത്. സാറാമ്മ ടീച്ചറിന്റെ ഒരു വാക്കുണ്ടെങ്കിൽ അതൊരു വാക്കാ. ടീച്ചർ പറഞ്ഞാൽ പിന്നെ ഒരു അപ്പീലില്ല. ടീച്ചർ പറഞ്ഞു, ഞങ്ങൾ സ്കൂളിൽ ചേർത്തു. അന്നത്തെ കാലം നമുക്കറിയാം, പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യമൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു. പ്രത്യേകിച്ച് സ്ത്രീകളെ ഒന്നും അങ്ങനെ വിദ്യാഭ്യാസത്തിന് സ്കൂളുകളിലേക്കൊന്നും അയക്കില്ലായിരുന്നു. പുരുഷന്മാരൊക്കെ പഠിക്കും, സ്ത്രീകൾ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. എന്നാൽ ടീച്ചർ ഓരോ വീട്ടിലെയും കുടുംബനാഥന്മാരോട് പറയും, മോൾക്ക് എത്ര വയസ്സായി? 5 വയസ്സായി, എന്നാൽ ഒട്ടും താമസിക്കേണ്ട, വേഗം സ്കൂളിൽ അയക്കാൻ പറയും. ടീച്ചർ പറഞ്ഞാൽ പിന്നെ ബാക്കിയില്ല, കുട്ടികളെ സ്കൂളിൽ അയക്കും. അങ്ങനെ ടീച്ചറിന്റെ ഒരു സാമീപ്യം ഈ നാട്ടില് ഉണ്ടായിരുന്നു. ഏതാണ്ട് 24 വർഷം ടീച്ചറായും പ്രഥമ അധ്യാപികയായി ഈ സ്കൂളിനെ സേവിച്ചു. നമുക്കറിയാം, അന്നത്തെയൊക്കെ കാലം അധ്യാപകരുടെ ജീവിതം വളരെ പ്രയാസമുള്ള ഒരു കാലഘട്ടമായിരുന്നു. സമൂഹത്തിലെ അധ്യാപകർക്ക് വലിയ ശമ്പളമൊന്നും അന്ന് ഇല്ലായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, എന്റെ വല്യമ്മച്ചി ഒരു അധ്യാപികയായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അന്നത്തെ ശമ്പളം 10 രൂപ ശമ്പളമാണ്. ഒരു മാസം ജോലി ചെയ്താൽ ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്നത് 10 രൂപ ശമ്പളമാണ്. ആ ശമ്പളം കൊണ്ട് വേണം വീട്ടുകാര്യങ്ങൾ മുഴുവനും നടത്താൻ. അപ്പൊ വളരെയധികം പ്രയാസമുള്ള ഒരു കാലഘട്ടമായിരുന്നു അന്ന്. അധ്യാപകർക്ക് വലിയ ശമ്പളമൊന്നും ലഭിക്കാതിരുന്ന ഒരു കാലഘട്ടം. എങ്കിലും ടീച്ചർ തന്നെ ഏൽപ്പിച്ച ജോലി, ടീച്ചറുടെ മക്കളെ, ആ 5 മക്കൾക്ക് ഈ സ്കൂളിൽ വിദ്യാഭ്യാസം ലഭിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. ആ മക്കളെ സമൂഹത്തിൽ ഏറ്റവും ഉയർന്ന രീതിയിൽ എത്തിക്കാൻ ടീച്ചറിന് സാധിച്ചു. ദൈവമുള്ള മക്കളായി അവരെ വളർത്തുവാൻ സാധിച്ചു. ടീച്ചറുടെ ഓട്ടോബയോഗ്രഫി കാണുവാൻ ഇടയായി. അത് മുഴുവൻ വായിക്കാൻ സാധിച്ചില്ല, എങ്കിലും അത് എഴുതിയിരിക്കുന്ന ചില കാര്യങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ടീച്ചർ എഴുതിയിരിക്കുന്ന മക്കളെ എന്ത് ചെയ്യണം? മാതാപിതാക്കളെ അനുസരിക്കുന്ന, സ്നേഹിക്കുന്ന മക്കളായി വളർത്തുന്ന. നമ്മൾക്കറിയാം, വേദപുസ്തകത്തിലെ പുറപ്പാട് പുസ്തകത്തിലെ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത 10 കൽപ്പനകളിൽ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു വാക്യ, നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ്സ് ഉണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കാം. ടീച്ചറിന്റെ ആ ഓട്ടോബയോഗ്രഫിയിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. ഇന്ന് പലപ്പോഴും മാതാപിതാക്കളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഒരു തലമുറ നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. വയസ്സായ എവിടെയെങ്കിലും കൊണ്ട് തള്ളുന്ന ഒരു പ്രവണത വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്. മാതാപിതാക്കളെ സ്നേഹിക്കാനും അവരെ ബഹുമാനിക്കാനും ഉള്ള ഒരു ശിക്ഷണം ടീച്ചർ നല്ലതുപോലെ ഈ പ്രദേശത്തുള്ള കുഞ്ഞുങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതിന്റെയൊക്കെ ഫലമായിട്ടാണ് ടീച്ചറെ 2012 നവംബർ മാസത്തിൽ ടീച്ചറെ ഈ ലോകമാസം വെടിഞ്ഞു. എങ്കിലും ആ മക്കളെല്ലാവരും ടീച്ചറിന്റെ ഓരോ ചരമവാർഷികത്തിലും ഇവിടെ വരികയും അവരെ പ്രാർത്ഥനകളിലൊക്കെ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് അവർ മടങ്ങി പോകുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ് എന്തിനാണെന്ന് ചോദിച്ചാൽ, നിങ്ങളിൽ പലർക്കും ടീച്ചറിനെ കുറിച്ച് ഒരു വ്യക്തമായ ഒരു രൂപമില്ല. നിങ്ങളുടെയൊക്കെ മാതാപിതാക്കൾക്ക് അറിയാം, അവരെയൊക്കെ ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും ഇന്നുള്ള തലമുറയ്ക്ക് അത് അറിയില്ല. അതിനുവേണ്ടി നിങ്ങളെ ഓർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇതിന്റെ ആമുഖമായിട്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ ആ സാറാമ്മ ടീച്ചറിന്റെ ഇളയ പുത്രനായ സെന്നി ആണ് ഇന്ന് നമ്മളോടൊപ്പം മീറ്റിംഗ് കടന്നു വന്നിരിക്കുന്നത്. കുഞ്ഞുമക്കൾ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? നല്ലപോലെ ശ്രദ്ധയോടെ ഇരുന്ന് നേഴ്സറിക്കാരെ കേട്ടിട്ടുണ്ട്, ടീച്ചർ പറയുന്നത് കേട്ടിട്ടുണ്ട്. വളരെ ബാടി ഇതിനകത്തൂടെ നടക്കാം. അതെ അതെ, താങ്ക് യു.
ഇരുന്നല്ലേ ഓൾ സെറ്റ്. ഈ ഉച്ചകഴിഞ്ഞ ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. 132 വർഷങ്ങൾക്ക് മുൻപേ ക്രിസ്ത്യൻ മിഷണറിമാരാൽ സ്ഥാപിതമായ ഈ വിദ്യാലയം 132 വർഷങ്ങൾ പിന്നിടുമ്പോൾ കർത്താവേ, ഇതിന്റെ പ്രൗഢിയോടുകൂടി ഈ വിദ്യാലയം ഇന്ന് ശോഭിക്കുകയാണല്ലോ. ഇന്ന് വീട്ടിയായിട്ട് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. സ്കൂളിന്റെ പുരോഗമനത്തിന് ആവശ്യമായ നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും അവിടുത്തെ സന്ധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം ഇന്ന് ഞങ്ങളോടൊപ്പമായിരിക്കുന്ന ഞങ്ങളുടെ ബഹുമാനമുള്ള സെന്റ് സാറിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്നത്തെ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി തീരുമാനം സഹായിക്കണേ. കടന്നു വന്ന എല്ലാ രക്ഷകർത്താക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വരാനുള്ള നിങ്ങളുടെ മെമ്പർമാരും എല്ലാവരും കൃത്യസമയത്ത് വരുവാനും നല്ല ആലോചനകൾ എടുക്കുവാനും നിങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ യേശുവിൻ നാമത്തിൽ താഴ്ത്തി അപേക്ഷിക്കുന്നു. കൃപയുടെ കണ്ടവേ. ഓണം അത് തന്നെ പറഞ്ഞു. അപ്പൊ നിങ്ങൾ അങ്ങനെ ആയിരിക്കണം. നല്ല കുട്ടികളുടെ സ്വഭാവം എന്താണ്? സൈലന്റ് അല്ലേ? അപ്പൊ നമ്മള് ബഹുമാനപ്പെട്ട ഹെഡ്മിസ്ട്രസ്, വേദിയിൽ വീട്ടിലായിരിക്കുന്ന എന്റെ സെന്നിമോനും തന്നെ പറയാം, എനിക്ക് അതിനുള്ള അധികാരമുണ്ട്. എന്റെ സെന്നിമോന്, അതുപോലെ PTA പ്രസിഡന്റ്, പേരൻസ്, എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ കുട്ടികളെ, നമ്മുടെ ഈ സ്കൂളിന്റെ പേരൻസ് മീറ്റിംഗ് ആണ് നമ്മളിതിവിടെ കൂടുന്നത്. നമ്മുടെ അഡ്മിഷൻസ് എന്നോട് ഈ മീറ്റിംഗിൽ വരണമെന്ന് ക്ഷണിച്ചപ്പോൾ ഞാൻ എവിടെയോ മരണ വീട്ടിലായിരുന്നു. ശരിക്കും ഞാൻ സമയം ഒന്നും ചോദിക്കാൻ പറ്റിയില്ല. എങ്ങനെയാണെന്നൊന്നും ചോദിക്കാൻ പറ്റിയില്ല. ഞാൻ ഇപ്പോഴും ഒരു പഞ്ചായത്തിന്റെ പ്രോഗ്രാം കഴിഞ്ഞ് അത് കഴിഞ്ഞതിന് ശേഷം ഒരു മരണ വീട്ടിൽ പോയിട്ടാണ് ഞാനിപ്പോൾ ഓടി നിങ്ങളടുത്ത് എത്തിയത്. അപ്പോൾ നമുക്ക് ആ കിട്ടിയ സമയം നമുക്ക് ഒന്നിച്ച് ഒരു എന്റെ ചെറുപ്രായവും നിങ്ങളെ പോലെ
ഗുഡ് 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 ഗുഡ്. ശക്തിയുടെ Very